Hello and welcome to a new video. Wishing everyone a very happy Onam. ഇന്നലെ ഞങ്ങൾ ഓണം എല്ലാം സെലിബ്രേറ്റ് ചെയ്തു. അതിൻ്റെ വ്ളോഗാണിന്ന്. സോ ഹൗ വാസ് ദ പ്രിപ്പറേഷൻ ആൻഡ് ഓൾ ഐ ആം ഗോയിങ് ടു ഷോ യു ഇൻ എ ബിറ്റ്. ഓണത്തിൻ്റെ തലേ ദിവസം തന്നെ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിൽ പോയി ഈസ്റ്റ് ഹാമിൽ നിന്ന് ഞങ്ങൾ എല്ലാ ഗ്രോസറീസ് ഐറ്റംസും മേടിച്ചു. സെൻട്രൽ ലണ്ടനിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് അടുത്തിങ്ങനെ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമില്ല. സോ വി വെൻ ടു ഈസ്റ്റ് ഹാം വിച്ച് ഈസ് ദി അതർ സോൺ. അവിടെ യൂഷ്വലി എല്ലാ ഇന്ത്യൻ ഐറ്റംസും കിട്ടും. സോ ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ്സ് എല്ലാം അവിടെ നിന്നാണ് ഞങ്ങൾ ചെയ്യാറ്. പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കിയ? ചുമ്മാ ഒരു ബേസിക് റെസിപ്പി പറ. ചേച്ചിയുടെ ആരടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞേ? നെക്സ്റ്റ് സ്പെഷ്യൽ സാമ്പാർ. ഏത് യൂട്യൂബിന്റെ ലിങ്ക് അറിഞ്ഞാൽ മതി. സത്യം പറയണേ, യൂട്യൂബ് തുറന്ന് ഞാൻ ഹിസ്റ്ററി എടുക്കും ഇപ്പോ. ചേച്ചിയുടെ എന്ത് എന്ത് അവിയലിന്റെ സാധനം പ്രിപ്പറേഷൻ? ഓ ഓക്കെ ഓക്കെ, ദാണ്ടേ അവിയൽ. ഇതെന്ത് പച്ചടി? ബീട്രൂട്ട് പച്ചടി. ചേട്ടാ ഇത് ബീട്രൂട്ട് പച്ചടി അല്ലേ? അതിനകത്ത് ഇതെന്തിനാ? ഇത് കാബേജ് തോരൻ. ഓ വാവ്. കേടും ഇംഗ്ലീഷ് പറയണം, മലയാളത്തിൽ പറ. മലയാളത്തില് കേടും തൈരും. കേടും കോക്കനട്ടും അത് മിക്സിലിട്ട് അടിക്കും. എന്നിട്ട് ബീട്രൂട്ട് വഴറ്റിയിട്ട് അതിനകത്ത് മിക്സ് ആക്കും. അങ്ങനെ ബീട്രൂട്ട് പച്ചടിയും സാമ്പാറും എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ ഈ തിളയ്ക്കുന്നത് എൻ്റെ ഇപ്പി നൂഡിൽസാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഞാൻ. സോ രാത്രിയിലത്തേന് ഇപ്പി നൂഡിൽസ്, നാളെ നല്ല തകർത്ത് ഫുഡ് കഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഐ എം ജസ്റ്റ് പ്രിപ്പയറിങ് മൈ സെൽഫ്. അപ്പോൾ ഇതിനകത്ത് മഞ്ഞൾ മാത്രം എടുത്തോളൂ. ഇത് പച്ചമുളക്. ഓക്കെ ഓക്കെ. തൈര് എന്നിട്ടിട്ട് ക്ലോസ് ആക്കും. സോ മെയിൻ ഐറ്റമെല്ലാം ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. രാത്രിയിൽ നാളെ ബാക്കി റൈസൊക്കെ ചെയ്യാം. ഫ്രണ്ട്സ് മെഹന്തി മേടിച്ചിട്ട് വന്നു. ഞാനിപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുക. ബട്ട് മെഹന്തിയുടെ ഒട്ടും കളറ് വരുന്നില്ല. അത് മെഹന്തിയുടെ കുഴപ്പമാണ്. ഇവരാരും കെട്ടാൻ പോകുന്ന അവരുടെ കുഴപ്പമില്ല. ഡൽഹിയിലൊക്കെ ഉള്ള മെഹന്തിയൊക്കെ നല്ലതാണ്. എനിക്കറിയില്ല, ഇവിടെ ഈസ്റ്റ് ഹാമിൽ നിന്ന് മേടിച്ച കളർ ശരിക്കും വന്നില്ല. ഓണത്തിൻ്റെ ആക്ച്വൽ ഡേ എത്തി. നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റ് പാവാടി എല്ലാവരുടെയും ഡ്രസ്സെല്ലാം പ്രസ് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഇപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞു ഗസ്റ്റ് വരുന്നുണ്ട്, ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിലുള്ള ഫ്രണ്ടിൻ്റെ കുഞ്ഞ്. സോ അവൻ്റെ ഷർട്ടും മുണ്ടും എല്ലാം റെഡി ആയിട്ടിരിക്കുക. അവൻ ഇടിയിച്ചാൽ മതിയായിരുന്നു. സോ നെക്സ്റ്റ് ഓണത്തിൻ്റെ ഫൺ പാട്ട് പൂക്കളടിയിലാണ്. രാവിലെ എൻ്റെ ഫ്രണ്ട്സ് പോയിട്ട് പൂവെല്ലാം പോയി പറിച്ചിട്ട് വന്നു. എവിടെ നിന്നൊക്കെയോ പോയി പാർക്കിൽ നിന്ന് പോയി പൂവൊക്കെ എടുത്തു. സോ അതുകൊണ്ടൊരു ചെറിയ പൂക്കളം ഇടാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുക. അത്ര ഇവിടെ വെളിയിലൊന്നും ഇടാൻ പറ്റില്ല. സോ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിനകത്താണ് ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ അകത്ത് തന്നെ ഇവിടെ എല്ലാം കാർപ്പറ്റാണ് യൂഷ്വലി ലണ്ടനിൽ. സോ അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ. അതുകൊണ്ട് പൂ അങ്ങനെ പിച്ചിയൊന്നും ഞാൻ ഇടുന്നില്ല. ഇങ്ങനെ റോ ആയിട്ട് ഇടുക, അതായത് എടുക്കാം പിന്നെ ക്ലീൻ ചെയ്യാൻ ഈസിയാണെന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു സിമ്പിൾ പൂക്കളും റെഡിയായി. ഞങ്ങൾ ബാക്കി റൂമെല്ലാം സെറ്റ് ചെയ്ത് ഇനി എല്ലാവരും റെഡിയാകാൻ പോവാം. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ റൂമിൽ. പെട്ടെന്ന് ഇറങ്ങണം. ഓൾറെഡി വി ആർ റണ്ണിങ് ലേറ്റ്. നന്നായി ഇന്നലെ രാത്രിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കിയതുകൊണ്ട് അധികം ഫുഡിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തില്ല രാവിലെ. ഓണസദ്യ ഉണ്ടാക്കാൻ അധികം എക്സ്പേർട്ട് അല്ലെങ്കിലും
എല്ലാവരുടെയും സ്റ്റൈലിങ്ങും അതൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ എല്ലാ ഫങ്ഷനിലും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് യൂഷ്വലി സ്റ്റൈലിങ്, മേക്കപ്പ്, കോർഡിനേഷൻ അതൊക്കെ എല്ലാ പ്രോഗ്രാമെല്ലാം കോർഡിനേറ്റ് ചെയ്യുക, അതാണ് എൻ്റെ എക്സ്പെർട്ട് ഏരിയ. എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളെല്ലാവരും വെളിയിലിറങ്ങി പാർക്കിലോട്ട് പോവുക. അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഗെയിംസൊക്കെ കളിച്ച് ഞങ്ങൾ റൂമിൽ പോയി ഫുഡ് കഴിക്കാനിരിക്കുക. We managed to click good pictures and videos. ഞങ്ങളെല്ലാവരും അവരവർക്ക് വേണ്ടി എല്ലാ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് തിരിച്ച് ഗെയിംസ് ഒന്നും കളിക്കാനുള്ള സമയമില്ലായിരുന്നു, കാരണം ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാം. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് സോ ടേസ്റ്റി. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ കഴിച്ച് ഇനിയിപ്പോൾ പായസവും ഡെസേർട്ടും ഒക്കെ കഴിക്കുമ്പോഴത്തേന് വയറ് ഫുള്ള്. 5 months പ്രഗ്നൻറ്റ് ഫ്രണ്ടും എൻ്റെയും വയറ് ഓൾമോസ്റ്റ് സെയിം ആയി ആഫ്റ്റർ ഫുഡ്. Can't believe we eat so much on Onam, but it's actually so tasty. Like, that's the fun part. നെക്സ്റ്റ് പാർട്ട് ഗെയിംസ് ആണ്. ഞങ്ങൾക്ക് അധികം ഗെയിംസ് ഒന്നും കളിച്ചില്ല. ഞങ്ങളോർത്ത് പാർക്കിൽ ഗെയിം കളിക്കാൻ പറ്റാത്തതുകൊണ്ട് റൂമിൽ ഒരു ഗെയിമെങ്കിലും അറ്റ്ലീസ്റ്റ് കളിക്കാമെന്ന് വിചാരിച്ചു. സുന്ദരിക്ക് പൊട്ടുതൊടലാണ് ഗെയിം. We are towards the end of the video and our celebrations. അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞു. ഞങ്ങൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തി. അങ്ങനെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കിട്ടിയ ആൾക്കാർക്കെല്ലാം ഞങ്ങൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി. സോ യാ, ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി വീഡിയോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ സെലിബ്രേഷൻ ഇഷ്ടപ്പെട്ടു. വിഷിംഗ് എവ്രി വൺ എ വെരി ഹാപ്പി ഓണം അഗൈൻ. I'll see you guys in the next video. Bye bye.